ഇയ്യോബ് 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അതിനു ശൂഹ്യനായ ബിൽദാദ് ഉത്തരം പറഞ്ഞതെന്നാൽ, നിങ്ങൾ എത്രത്തോളം മൊഴികൾക്ക് കുടുക്കുവെക്കും? ബുദ്ധിവെപ്പീൻ, പിന്നെ നമുക്ക് സംസാരിക്കാം. ഞങ്ങളെ മൃഗങ്ങളായി എണ്ണുന്നതും ഞങ്ങൾ നിങ്ങൾക്ക് അശുദ്ധരായി തോന്നുന്നതും എന്ത്? കോപത്തിൽ തന്നെത്താൻ കടിച്ചു കീറുന്നവനെ, നിന്റെ നിമിത്തം ഭൂമി നിർജ്ജനമായി തീരണമോ? പാറ അതിന്റെ സ്ഥലം വിട്ടുമാറയണമോ? ദുഷ്ടന്മാരുടെ വെളിച്ചം കെട്ടുപോകും, അവന്റെ അഗ്നിജ്വാല പ്രകാശിക്കയില്ല. അവന്റെ കൂടാരത്തിൽ വെളിച്ചം ഇരുണ്ടുപോകും, അവന്റെ ദീപം കെട്ടുപോകും. അവൻ ചുരുക്കോടെ കാലടി വെക്കുന്ന സ്ഥലം ഇടുങ്ങിപ്പോകും, അവന്റെ സ്വന്തം ആലോചന അവനെ തള്ളിയിടും. അവന്റെ കാൽ വലയിൽ കുടുങ്ങിപ്പോകും, അവൻ കണിയിന്മീതെ നടക്കും, പാശം അവന്റെ കുതികാലിന് പിടിക്കും. അവൻ കുടുക്കിലകപ്പെടും, അവന് നിലത്ത് കുരുക്കു മറച്ചുവെക്കും. അവനെ പിടിപ്പാൻ പാതയിൽ വല ഒളിച്ചുവെക്കും, ചുറ്റിലും ഘോരത്വങ്ങൾ അവനെ ഭ്രമിപ്പിക്കും. അവന്റെ കാലുകളെ തുടർന്നു അവനെ വേട്ടയാടും. അവന്റെ അനർത്ഥം വിശന്നിരിക്കുന്നു, വിപത്തു അവന്റെ അരികെ ഒരുങ്ങി നിൽക്കുന്നു. അതും അവന്റെ ദേഹാംഗങ്ങളെ തിന്നുകളയും, മരണത്തിന്റെ കടിഞ്ഞൂൽ അവന്റെ അവയവങ്ങളെ തിന്നുകളയും. അവൻ ആശ്രയിച്ച കൂടാരത്തിൽ നിന്നു അവൻ വേർ പറഞ്ഞുപോകും, ഘോര രാജാവിന്റെ അടുക്കിലേക്കു അവനെ കൊണ്ടുപോകും. അവന് ഒന്നുമാകാത്തവർ അവന്റെ കൂടാരത്തിൽ വസിക്കും, അവന്റെ നിവാസത്തിന്മേൽ ഗന്ധകം പെയ്യും. കീഴെ അവന്റെ വേർ ഉണങ്ങിപ്പോകും, മേലെ അവന്റെ കൊമ്പ് വാടിപ്പോകും. അവന്റെ ഓർമ്മ ഭൂമിയിൽ നിന്ന് നശിച്ചുപോകും, തെരുവീഥിയിൽ അവന്റെ പേർ ഇല്ലാതാകും. അവനെ വെളിച്ചത്തുനിന്ന് ഇരുട്ടിലേക്ക് തള്ളിയിടും, ഭൂതലത്തിൽ നിന്നു അവനെ ഓടിച്ചു കളയും. സ്വജനത്തിൽ അവനു പുത്രനോ പൗത്രനോ ഇല്ലാതിരിക്കും, അവന്റെ പാർപ്പിടം അന്യനു പോകും. പശ്ചിമവാസികൾ അവന്റെ ദിവസം കണ്ടു വിസ്മയിക്കും, പൂർവ്വ ദിഗ്വാസികൾക്ക് നടുക്കം പിടിക്കും. നീതികെട്ടവന്റെ വാസസ്ഥലം ഇങ്ങനെയാകുന്നു, ദൈവത്തെ അറിയാത്തവന്റെ ഇടം ഇവണ്ണം തന്നെ.